നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ അപ്ലോഡ് ചെയ്ത റെസിപ്പീസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കഴിഞ്ഞ തവണ വൻപയർ കൊണ്ടുള്ള ഒരു കറിയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി അരച്ചിട്ടുള്ള ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറേ പേര് ചെയ്തു എന്ന് അറിഞ്ഞു, സന്തോഷം. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ നോമ്പുകാലമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നോമ്പുതുറ വിഭവങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിച്ചു. സാധാരണ മലബാറിൽ ഈ നോമ്പ് കാലത്ത് ഉണ്ടാക്കുന്ന ഒരു കായ്പോള, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് തന്നെ പല തരത്തിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ സാധാരണ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ചെയ്തു വരുന്ന ഒരു വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. കാരണം മുട്ടയും പഞ്ചസാരയും ഒക്കെയാണ് ഇതിലുള്ളത്, പിന്നെ പഴുത്ത പഴമാണ്. അപ്പം എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഊഹിക്കാമല്ലോ. അപ്പം നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. കായപ്പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരമുള്ള ഏത്തപ്പഴമാണ്. ഇതിപ്പോൾ ഞാൻ ഒരു 4 കഷ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 കഷ്ണമായിട്ട് വേണമെങ്കിൽ എടുക്കാം. പഞ്ചസാരയാണ്, ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര എടുക്കാം. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 6 ഏലക്ക പൊടിച്ചു വെച്ചത്. അതുപോലെ വറുത്തിടാൻ വേണ്ടി അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ നമ്മൾ റൈസിൻസും എടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന നെയ്യാണ്. അതൊരു 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഉപയോഗിക്കാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ മുട്ട പൊട്ടിച്ച് അത് പഞ്ചസാരയുടെ കൂടെ ചേർത്ത് ഇളക്കി വെക്കാൻ പോവാണ്. ഇതിലോട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു 3-3.5-4 ടേബിൾ സ്പൂണോളം ചേർക്കാം. അതായത് നമുക്ക് മധുരത്തിനനുസരിച്ച്, പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ അധികം ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ അടുത്തതായി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കണം. അതുപോലെ തന്നെ പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു, സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരണം. ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് നെയ്യ് ഒഴിക്കുകയാണ്. ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. ഇനി ഇതിലോട്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ആയി വരേണ്ട പാകം എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം. അതുവരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ ഇങ്ങനെ അടിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എടുക്കുന്ന സമയത്ത് അധികം പഴുക്കാൻ പാടില്ല, മധുരം വേണം. ആ രീതിയിലുള്ള പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അടിച്ചു വെച്ച മുട്ടയിലോട്ട് ഈ പഴം വരട്ടിയെടുത്ത് ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഏലക്ക പൊടിച്ചു വെച്ചത് ചേർക്കാണ്. പഴം ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ച അതേ പാൻ, അതിൽ കുറച്ച് നെയ്യുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നെയ്യ് അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ചൂടായി വരുമ്പം ഞാൻ ഇതിലോട്ട് പഴവും മുട്ടയെല്ലാം കൂടി അടിച്ചു വെച്ച
അത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ചു വെക്കാൻ പോവാണ്. നന്നായി അടച്ചു വെച്ചതിന് ശേഷം സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. സിമ്മിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് 10-12 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ബർണർ ഏറ്റവും ചെറുത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫ്ലെയിം കൂടുന്തോറും അടിയിൽ കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ്. അങ്ങനെ നമ്മുടെ കായപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. മലബാർ പ്രദേശത്തെ നോമ്പുതുറയുടെ ഒരു പ്രധാന വിഭവമാണ് ഈ കായപ്പോള. വളരെ സ്വാദാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.